അഖില, കല്യാണി വേലക്കാരിയല്ല, നമ്മുടെ മൂത്ത മരുമകളാ. എനിക്ക് മൂത്ത മകനുണ്ടായിട്ട് വേണ്ടേ മൂത്ത മരുമകൾ ഉണ്ടാവാൻ? അഖില, ഞാൻ പറഞ്ഞു. എന്താ കല്യാണി ഇത്? നീ എന്തിനാ കരയുന്നത്? കല്യാണി, എന്താ ഇത്? ദാസേട്ടന് അത്രയും നാളെ ആയുസുണ്ടായിരുന്നുള്ളൂ. ദേ, അനിയും കൂട്ടൻ സ്കൂളിൽ പോവാൻ നിൽക്കുക. വെറുതെ അവനെയും കൂടി സങ്കടപ്പെടുത്താൻ നിൽക്കരുത്. ഇപ്പൊ എന്തു പറ്റി? ദാസേട്ടന്റെ ഡ്രസ്സോ വാച്ചോ ഞാൻ കണ്ടു കാണുമല്ലേ? അതല്ല സുജാതേച്ചി, പിന്നെ അഖില മാഡം എനിക്ക് ഞാൻ നിയമിക്കാത്ത ഒരു അടുക്കളക്കാരിയെയും ആവശ്യമില്ല. എന്റെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് എന്റെ കുലം മുടിച്ചവരെയൊന്നും എനിക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ല. എനിക്ക് നീയുമായി ഒരു ബന്ധവുമില്ല. വേഗം പുറത്തിറങ്ങിപ്പോ. കല്യാണി, അതൊന്നും കാര്യമാക്കണ്ട. മാഡം മറ്റെന്തെങ്കിലും ടെൻഷനിൽ പറഞ്ഞതാവും. ഒന്നുമില്ലേലും നിന്റെ മരുമകളെ അംഗീകരിച്ച് കയറ്റിയതല്ലേ? എന്താടി രാവിലെ ഒരു പൂങ്കണ്ണീര്? എന്തിനാടി ഇവള് മോങ്ങുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? അവളെന്തിനാ കരയുന്നേന്ന്? എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അത് കല്യാണി അഖില മാഡം. കല്യാണി അഖില മാഡം? ഓഹ്, എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ച് പറയടി. കല്യാണിയോട് അഖില മാഡം ദേഷ്യപ്പെട്ടു. ഓ, നീ എന്താ വിചാരിച്ചേ? ചേച്ചി നിന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നത് റാണിയായി വാഴിക്കാനെന്ന് വിചാരിച്ചോ? എടി, മൂഷിക സ്ത്രീയെ വീണ്ടും മൂഷിക സ്ത്രീയാക്കി മാറ്റാനാ നിന്നെ ഇങ്ങോട്ട് വീണ്ടും കെട്ടി എഴുന്നള്ളിച്ചത്. ഇത് നിന്റെ വീഥി. കൊതിച്ചതൊന്ന്, വിധിച്ചത് മറ്റൊന്ന്. ഇനിയും നീ അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്. കേൾക്കണോ നിനക്ക്? പറയാം. പക്ഷേ അത് കേട്ടിട്ട് തളർന്ന് തലയടിച്ച് താഴെ വീഴരുത്. നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, അത് മറക്കണ്ട. എന്നെ ശ്രദ്ധിച്ച് കേട്ടോ. ഈ വീട്ടില് നീ മാത്രം അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. അതിനെ രഹസ്യമെന്ന് വിളിക്കണോ തെളിവെന്ന് വിളിക്കണോന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്നാലും പറയാം. മക്കളെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന നിന്റെ അച്ഛനുണ്ടല്ലോ, ദാസേട്ടൻ. ആ ദാസേട്ടൻ മരിച്ച സ്ഥലത്ത് നിന്ന് പോലീസിന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ കയ്യിലുള്ള CCTV ദൃശ്യങ്ങളിൽ ദാസേട്ടൻ മരിക്കുന്ന സ്ഥലത്ത് അതേ സമയത്ത് തൃച്ചംബരത്തുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നു ദൃക്സാക്ഷിയായി. അത് മറ്റാരുമല്ല, നീയും നിന്റെ അച്ഛൻ ദാസേട്ടനും ദൈവത്തെ പോലെ കരുതുന്ന ദേവത, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി.
നിന്റെ അച്ഛൻ റോഡിൽ ചോരയിൽ കുളിച്ച് പിടഞ്ഞ് മരിക്കുന്നത് കണ്ടോണ്ട് നിന്നു നിന്റെ അഖില മേഡം. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളം പറയല്ലേ? അല്ല, അഖിലേച്ചിയെ കുറിച്ച് ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ഇത് ഞാൻ പറയുന്ന കള്ളമല്ല, പോലീസിന്റെ കയ്യിലുള്ള തെളിവാ. ദേ, ഇനിയും നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ നിനക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ വലിയ കുഞ്ഞിനോട് തന്നെ പോയി ചോദിക്കും. ഓ, അവൻ നടക്കാൻ പോയിരിക്കുകയാണല്ലോ. വരുമ്പം പിടിച്ചു നിർത്തി അവന്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്ക്, ഞാനും കൂടെ നിൽക്കാം. പക്ഷേ അവൻ സത്യം പറയുന്ന എനിക്കൊരു വിശ്വാസവും ഇല്ല. ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാവരും ചേർന്ന് നിന്നെയും നിന്റെ അച്ഛനെയും ചതിക്കായിരുന്നു. നീ ഒരു പൊട്ടി, എല്ലാം കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കും. പണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതാ, പണക്കാര് പിള്ളേരുടെ വലയിൽ വീണ ഒടുവിൽ ഒക്കത്തൊരു കൊച്ചിനെയും ചുമന്നുകൊണ്ട് തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വരുമെന്ന്. ഓരോരോ യോഗം. അല്ലാതിപ്പോ ഞാൻ എന്തു പറയാനാ? അനിയുട്ടാ, അനിയുട്ടാ. ആ, ഞാനിവിടെ ഉണ്ട് ചേച്ചി. അനിയുട്ടാ, വാ പോവാ. എങ്ങോട്ട്? ഞാനിന്ന് സ്കൂളിൽ പോവാ. നീ എവിടെ പോണം തീരുമാനിക്കുന്നത് ഞാനാ, നിന്റെ ചേച്ചി. വാ പോവാ. നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. ചേച്ചി, ഇന്ന് എനിക്ക് ടെസ്റ്റ് പേപ്പർ ഉള്ളതാ, അത് മാത്സിന്റെ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞു പോകണ്ടാന്ന്. എന്റെ കണക്കൂട്ടല് ശരിയാണോന്ന് ആദ്യം അറിയട്ടെ, അത് കഴിഞ്ഞു മതി നിന്റെ കണക്കും പരീക്ഷയൊക്കെ. വാ വരാൻ. ചേച്ചി, ആ ഇങ്ങോട്ട്. വീട് എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഈ നശിച്ച വീട്ടിലിരി നമ്മൾ നിൽക്കുന്നില്ല. വരങ്ങ്. നിന്നോടല്ലേ പറയണേ. ഇനി ഇവിടെ നിന്ന് എനിക്ക് നിന്നെ നഷ്ടപ്പെടും. കല്യാണി, ഇതെങ്ങോട്ടാ? എനിക്കിത് എന്തു പറ്റി? വിട്, ഞാൻ പോകുന്നു. ഇനി ഇവിടെ നിന്നാ എനിക്ക് ശ്വാസം മുട്ടും. കല്യാണി നിക്ക്. കല്യാണി, നീ എന്തായി കാണിക്കുന്നേ? എങ്ങോട്ടായി പോകുന്നേ? വേണ്ട നന്ദന, ഞാനിനി ഇവിടെ നിന്നാ ആയുസ് എത്താതെ മരിച്ച എന്റെ അച്ഛന്റെ ആത്മാവിന് സമാധാനം കിട്ടില്ല.
ഞാൻ പോവാ. വാ. ഏയ്, നിക്ക് കല്യാണി. 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 വാ ഇങ്ങോട്ട്. കല്യാണി. 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 കല്യാണി നിക്ക്. കല്യാണി. കല്യാണി. ചേച്ചി വരാൻ ഇങ്ങോട്ട് നടക്ക്. കല്യാണിയും എന്താ ഇത്? നീ ഇതെങ്ങോട്ടാ? ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാണ്. അല്ല, അതാ ചോദിച്ചത് എങ്ങോട്ടാണെന്ന്. ഈ നരകത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാണെന്ന്. ആയിക്കോട്ടെ, അതിന്റെ കാര്യം പറഞ്ഞിട്ട് പോന്നീ. കാര്യം എന്താണെന്ന് വല്യുഞ്ഞിനെ അറിയില്ല അല്ലേ? വല്യുഞ്ഞെ, ഞാനൊരു നാട്ടിൻപുറത്തുകാരി പെണ്ണാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവൾ. എല്ലാവരും എന്റെ മുമ്പിൽ അഭിനയിച്ചെന്നെ തോൽപ്പിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന വല്യുഞ്ഞും എന്റെ മുമ്പിൽ അഭിനയിക്കായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നില്ല. കല്യാണി, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്റെ ദൈവത്തെ പോലെ കണ്ടതല്ലേ വല്യുഞ്ഞിനെ. എന്നിട്ട് എന്തിനാ വല്യുഞ്ഞെല്ലാം എന്നോട് മറച്ചു വെച്ചത്? കല്യാണി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് എന്താ പറ്റിയത്? ഞാൻ എന്ത് മറച്ചു വെച്ചെന്നാ നീ പറയുന്നത്? മറച്ചു വെച്ചത് എന്താണെന്ന് അറിയണോ അല്ലേ? ഞാൻ ചോദിച്ച വല്യുഞ്ഞതിന് എനിക്ക് ശരിയായ മറുപടി തരുമോ? എങ്കി പറ, എന്റെ അച്ഛനെ കൊന്നതാരാ? എല്ലാം കള്ളമാണെന്ന് പറയാൻ പോവാണോ വല്യുഞ്ഞ്? അങ്ങനെയാണെങ്കിൽ അതെന്നെ മുഖത്ത് നോക്കി പറയണം. ഒരു റൂമിനെ പോലും നോക്കാത്ത പാവന്റെ അച്ഛൻ എന്തു മഹാപാപോ നിങ്ങളോടൊക്കെ ചെയ്തത്? ആരാ എന്റെ അച്ഛനെ കൊന്നത്? എന്റെ അച്ഛനെ കൊന്നപ്പോ അവർക്കൊക്കെ എന്ത് നേട്ടം ഉണ്ടായേ? എന്നെ എന്റെ അനിയും കുട്ടിനെയും ആരോരും ഇല്ലാണ്ടാക്കിയപ്പോ നിങ്ങൾക്കൊക്കെ എന്താ കിട്ടിയത്? പറ വല്യു. ഞാൻ പറയാൻ ചേച്ചി, നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് ഞാൻ ഉത്തരം തരും. നീ വാ എന്റെ കൂടെ. വരാൻ.
ആനന്ദ്, അമ്മേ, അമ്മേ, ആനന്ദ്, വേണ്ട. ഭാര്യയെ ന്യായീകരിക്കുന്നതിനിടയില് പലപ്പോഴും മക്കളെ മറക്കേണ്ടി വരുന്ന അച്ഛനോടല്ല എനിക്കിപ്പോ സംസാരിക്കാനുള്ളത്. അകത്ത് കറുപ്പും മുഖത്ത് വെളുപ്പും വരുത്തി സമയ സന്ദർഭങ്ങൾ അനുസരിച്ച് വിവിധ വേഷങ്ങൾ മാറി മാറി ആടുന്ന കപട മുഖമുള്ള അമ്മയോടാ. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എന്ന എന്റെ അമ്മയോട്. അവരുടെ ഒരു വളർത്തുമൃഗമായിരുന്ന മകൻ സംസാരിക്കുന്ന അവസാന വാക്കുകളായിരിക്കും ഒരുപക്ഷെ ഇത്. അമ്മ എന്നൊരു വലിയ സ്നേഹസങ്കല്പം എന്നും മനസ്സിലുണ്ടാവും. പക്ഷേ ആ സങ്കല്പം വെച്ച് ഞാൻ എന്റെ അമ്മയെ കാണാൻ ഒരിക്കലും വരില്ല. ഒരിക്കലും വരില്ല. എന്റെ ആ സങ്കല്പങ്ങൾ ആകെ തെറ്റിച്ചൊരമ്മയാ ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. സമ്മതിച്ചു, എന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി തന്നെയാ. ഇതാണ് അഖിലാണ്ടേശ്വരിയുടെ ഭാവം. സമൂഹ മധ്യത്തിൽ മഹേശ്വരി, നാട്ടിലെ പഞ്ചപാവങ്ങൾക്ക് അന്നപൂർണേശ്വരി, മകനായി എനിക്ക് സംഹാരമൂർത്തി. ആനന്ദ്, കൈവിട്ടായതവും വാവിട്ട വാക്കുകളും തിരിച്ചെടുക്കാനാവില്ല. നീ അത് ഓർക്കണം. അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാ സംസാരിക്കുന്നത്. ഇടയ്ക്ക് കയറി ന്യായീകരണമായിട്ട് വരരുത്. നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാ പിന്നീട് ഞാൻ വിതുമ്പി പോവും. കാരണം ശിവരാമകൃഷ്ണൻ എന്നെന്റെ പഴയ അച്ഛൻ എന്റെ മനസ്സിലുണ്ട്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഇങ്ങോട്ടോ. ഇപ്പോഴെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ പൊട്ടിത്തെറിച്ചു പോവും. ആനന്ദ്, പറയട്ടെ, മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ. എന്നെ എന്റെ ഭാര്യയെ അപമാനിച്ച് പടിയിറക്കി വിട്ട ശേഷം അച്ഛന്റെ അഭ്യർത്ഥന മാനിച്ച ശത്രുവായി മാറിയെങ്കിലും അമ്മയെ ദൂരെ നിന്നെങ്കിലും കാണാലോ എന്ന് കരുതി ദൂരേക്കെങ്ങും പോവാതെ ആ പഴയ തൃച്ചംബരത്തിനടുത്ത് ഔട്ട് ഹൗസിൽ ഞാൻ താമസിച്ചത്. പിന്നീട് അനുഭവിച്ച അപമാനങ്ങളും വേദനകളും ഒക്കെ ഞാൻ മറക്കുന്നു. ഇവള് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ ആ ഔട്ട് ഹൗസിലേക്ക് വന്ന് ഞങ്ങളെ കാല് പിടിച്ച് ഈ വീട്ടിലേക്ക് ആനയിച്ച് എഴുന്നള്ളിക്കാൻ വെമ്പൽ കാണിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കി ഇതിലെന്തോ ചതിയുണ്ടെന്ന്. എന്തായാലും ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് തന്നെ ആ ലക്ഷ്യം മറനീക്കി പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം ഒരു ബോധക്ഷയം അതിഗംഭീരമായി അഭിനയിച്ച് തകർത്തപ്പോഴേ ഞാൻ സംശയിച്ചിരുന്നത് അരങ്ങ് തകർത്ത് ആടിക്കൊണ്ടിരിക്കുന്ന ഈ നാടകത്തിന് തിരശീല വീഴുമെന്ന്. അതും അങ്ങനെ തന്നെ സംഭവിച്ചു. ദാ വീണിരിക്കുന്നു തിരശീല. അഭിനയ മികവിന് ഓസ്കാർ അവാർഡിന് പോലും അർഹയ ഈ നിൽക്കുന്ന സ്ത്രീ. ഭാരതത്തിലെ എല്ലാ അമ്മമാർക്കും ഒരു അപമാനം. എന്ത് സ്നേഹപ്രകടനമായിരുന്നു. ഡോക്ടറെ വിളിച്ചു വരുത്തുന്നു, മരുന്ന് കൊടുക്കുന്നു, ചോറ് വാരി കൊടുക്കുന്നു, ജോത്സ്യരെ കണ്ട് ചരട് വരെ ജപിച്ച് കെട്ടിക്കൊടുക്കുന്നു. എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാവാഭിനയങ്ങൾ. ഇന്നലെ വരെ മൂത്ത മരുമകളായിരുന്നു കല്യാണി. ഇന്ന് നേരം പുലർന്നപ്പോ മുതല്, അല്ലെങ്കിൽ ഇവർക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോ മുതല് വേലക്കാരി. കുടിലിൽ ജനിച്ചവള് തടി പിടിച്ച അടുക്കളയിലെ തഴപ്പായിലിരുന്ന് പഴങ്ങഞ്ഞു കുടിച്ച് വളർന്നവള്. എന്റെ ഭാര്യയെക്കുറിച്ച് എന്റെ അമ്മ പറഞ്ഞ വിശേഷണങ്ങൾ. മറ്റുള്ളവര് മനുഷ്യരല്ലേ, അവർക്കും ജീവിക്കണ്ടേ? ഈ മനസ്സ് നിറയെ പക, അസൂയ, അപമാനിക്കൽ, ഇതിനെന്തെങ്കിലും ഒരു അവസാനം വേണ്ടേ?
അവസാനമായിട്ട് 2 കാര്യങ്ങൾ കൂടി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കല്യാണിയും എന്നേക്കുമായി പടിയിറങ്ങും. ചോദ്യം എന്റെ അമ്മയോട് തന്നെയാണ്. എനിക്കതിന് മറുപടി കിട്ടണം. കിട്ടിയേ പറ്റൂ. അമ്മയെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം മോളോട് പിണങ്ങി നാട്ടിലേക്ക് പോയ ദാസേട്ടനെ തൃച്ചംബരത്തേക്ക് തിരിച്ചു വിളിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ദാസേട്ടൻ അപകടത്തിൽപ്പെട്ട് മരിച്ച ആ രാത്രി അതേ നിമിഷം അതേ സ്ഥലത്ത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എങ്ങനെ എത്തപ്പെട്ടു? എന്തിന്? എനിക്കിതിന്റെ ഉത്തരം അറിഞ്ഞേ പറ്റൂ. എന്താ ഞാൻ ചോദിച്ചതിന് ഉത്തരവില്ലേ? ഈ മൗനത്തിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? എന്റെ കല്യാണിയുടെ അച്ഛനെ കൊന്നത് എന്റെ അമ്മയാണെന്നാണോ? ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുന്നത് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് ഭൂഷണമല്ല. Answer me! വാ കല്യാണി. മോനെ